ocean to a stone. The time it takes the edges to become well worn. But with your arms around me, I've never been more sure that all this time and softened lights are better than before. We're better than before. My love will not change. My love will not change. Through the years it grows, but time will hold the weight. My love will not change. Sailing through the seasons with every setting sun, breathing in the feeling like we've just begun. Feels like we're flying, but it's steady ground. In all the chaos and the quiet, you're my safe and sound. You're my safe and sound. My love will not change. My love will not change. Through the years it grows, but time will hold the weight. My love will not change. My love will not change. My love will not change. Through the years it grows, but time will hold the weight. My love will not change. സ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. നന്മ പറഞ്ഞു പറയുമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്ര നിറമതാവേ My fantasy has finally come true. God must have smiled upon me the day I met you. You are the most beautiful in every way. Everything you do and everything you say. If I was ever frozen in time, it wouldn't matter how, when or why it would be, as long as I knew that you were next to me, frozen in time for eternity. I get so excited when I hold your hand.
Just the slightest touch sends me right to heaven. Yeah, I forgot that it's supposed to feel like this. Inspired my desire and showed me what I missed. If I was ever frozen in time, it wouldn't matter how, when, or why it would be, as long as I knew that you were next to me, frozen in time for eternity. As life goes on, I pray I never take you for granted. തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മനുഷ്യർക്കു ശാന്തി അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മനുഷ്യർക്കു ശാന്തി അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മനുഷ്യർക്കു ശാന്തി പ്രത്യാശയും
പരിശുദ്ധൻ നീ പരിശുദ്ധൻ ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ ഭൂദാശരായോഗം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തിൻ മുളകൾ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ നമ്മുടെ ജോലി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഭവിക്കുന്ന അന്ധകാരം നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാമവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാമവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദിവ്യവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 20 മുതൽ 33 മുതൽ വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. അധ്യായം 10 2 മുതലുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ അവരോട് മറുപടി പറഞ്ഞു, മൂശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മൂശ അനുവദിച്ചിട്ടുണ്ട്.
ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ ജോഷുവ, ബ്ലെസി, ഇവരുടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കള്, സഹോദരങ്ങള്, ബന്ധുമിത്രാദികളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ആദ്യമേ തന്നെ ഈ ആൾക്കാരുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞങ്ങൾ സമ്മതമാണ് എന്ന് സഭയോട് അറിയിച്ച് ഇന്ന് ഈ ദേവാലയത്തിൽ പരിശുദ്ധമായ കൂദാശ സ്വീകരിച്ചുകൊണ്ട് വിവാഹം എന്ന കൂദാശ സ്വീകരിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഈ ദേവാലയത്തിലായിരിക്കുന്ന ജോഷുവായ്ക്കും ബ്ലെസിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥനകളും ആശംസകളും ദൈവാനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. ഒത്തിരി നാളത്തെ ഒരുക്കത്തിന് ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം ജോഷുവായും ബ്ലെസിയും പരസ്പരം കണ്ടുമുട്ടി. അവരുടെ മാതാപിതാക്കന്മാർ പരസ്പരം കണ്ടുമുട്ടി സമ്മതം പറഞ്ഞ് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ വലിയ ഒരു ദൈവവിളി ഇന്ന് അവർ സ്വീകരിക്കാൻ പോവുകയാണ്. വിവാഹ ജീവിതവും ഒരു ദൈവവിളി തന്നെയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച നിങ്ങൾ ഓരോരുത്തരും വലിയ ഒരു ദൈവവിളിയാണ് സ്വീകരിച്ച് ദേവാലയത്തിലായിരിക്കുന്നത്. ഇന്ന് ഇവർക്ക് രണ്ടുപേർക്കും ദൈവം ഒരു സമ്മാനം നൽകാൻ പോവുകയാണ്. ആ സമ്മാനം എന്താണ് എന്നുള്ളതാണ് ഇപ്പം ജോഷു ആലോചിക്കുന്നത്. ബ്ലെസിയും അത് തന്നെയാണ് മനസ്സിൽ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമ്മാനം എന്താണ് എന്ന്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു സമ്മാനം. നമുക്കറിയാം, നമുക്കൊരു സമ്മാനം കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക ജോഷുവ? അത് പൊട്ടിച്ച് അത് നശിച്ചു പോകാതെ കൊണ്ടുപോയി മനോഹരമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്, സൂക്ഷിച്ചു വെക്കും അല്ലേ? എന്നിട്ട് നമ്മൾ വല്ലപ്പോഴൊക്കെ എടുത്ത് പൊടി തട്ടി നമ്മളത് സൂക്ഷിച്ച് മനോഹരമാക്കിയിട്ട് പിന്നെയും വെക്കും. ബ്ലെസിയും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ? അപ്പൊ ഇന്ന് മനോഹരമായിട്ട് അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനം തരാൻ പോകുന്നത് മറ്റാരുമല്ല. ആരാ തരാൻ പോകുന്നത്? നിങ്ങൾക്കൊരു സമ്മാനം ദൈവം. ജോഷു ഒരുങ്ങിയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ദൈവ സമ്മാനം തരാൻ പോവുകയാണ്. ജോഷുവായിക്ക് ദൈവം ഒരു സമ്മാനം തരുന്നു, അത് ബ്ലെസിയാണ്. ബ്ലെസിക്ക് ദൈവം ഒരു സമ്മാനം തരുന്നു, അത് ജോഷുവയാണ്. ആ സമ്മാനം ഇനി ജീവിത അവസാനം വരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ജോഷുവായുടെയും ബ്ലെസിയുടെയും ഉത്തരവാദിത്വമാണ്. ആ സമ്മാനം, നമുക്ക് സമ്മാനം കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട് മനസ്സിലും ജീവിതത്തിലുമൊക്കെ. ആ സന്തോഷം ഇന്ന് കിട്ടുന്ന ആ സമ്മാനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷവും ആ പ്രസരിപ്പും ഒന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ ജീവിത അവസാനം വരെ കൊണ്ടുപോകാൻ വേണ്ടി ഉള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തേണ്ടത്. ഇന്നുവരെ നിങ്ങൾക്ക് പല സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നോ? ജോഷയ്ക്ക് ഒത്തിരി സ്വപ്നമില്ലായിരുന്നോ? ജോഷ ഇങ്ങനെ സ്വപ്നം കണ്ട് പലരെയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ബ്ലെസിയും അതുപോലെ തന്നെ നല്ലൊരു ചെറുക്കനെ കിട്ടണമെന്ന് വിചാരിച്ച് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചോ? അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഒരു നല്ലൊരു വരനെ, നല്ലൊരു വധുവിനെ ലഭിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പം ദൈവം അത് തന്നു കഴിഞ്ഞു. ആ സമ്മാനം ദൈവം നിങ്ങളുടെ കൈകളിലേക്ക് വെച്ച് നീട്ടി. ഇനി നിങ്ങളുടെ പ്രാർത്ഥന ഒന്ന് മാറ്റണം. ചോദിച്ചത് കിട്ടി അല്ലേ? ഇനി അടുത്തത് ചോദിക്കാൻ തുടങ്ങുക. എന്താണ് അടുത്തത് ചോദിക്കാൻ പോകുന്നത്? എന്തായിരിക്കും ബ്ലെസി? ഇനി അടുത്തത് എന്താ ചോദിക്കുന്നത്? സമ്മാനം ഏതാണ്ട് ദൈവം ഉറപ്പിച്ച് കൈ തന്നിരിക്കുകയാണ്. ഇനി ഒരു 5-10 മിനിറ്റിനുള്ളിൽ കയ്യിലോട്ട് തരും. ഇനി എന്തായിരിക്കണം? ഇനി പ്രാർത്ഥന മാറ്റാൻ പോവുകയാണ് അല്ലേ? ഇത്രയും നാളും നല്ലൊരു വരനെ, നല്ലൊരു വധുവിനെ
എനിക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾ ആ പ്രാർത്ഥന മാറ്റാൻ പോവുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇനി ജോഷുവ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, എനിക്കൊരു നല്ല ഭർത്താവായിട്ട് ജീവിക്കാൻ കൃപ നൽകണമേ എന്ന്. ബ്ലസ്സി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്, ഇന്ന് മുതൽ എനിക്ക് നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാൻ, നല്ലൊരു അമ്മയായിട്ട് ജീവിക്കാൻ, ജോഷുവ പറയുന്ന നല്ലൊരു അപ്പനായിട്ട് ജീവിക്കാനുള്ള അനുഗ്രഹവും കൃപയും ഒക്കെ നൽകണമേ എന്ന് ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പൊ ആ പ്രാർത്ഥന ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. സുഭാഷിതന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 10 മുതലുള്ള വാചകത്തിലെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഒരു സ്ത്രീയുടെ വിളക്ക് ഒരിക്കലും അണയരുത്. എന്താ വിളക്ക്? ഈ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപമാണോ? അത് തന്നെയാണ്, അത് ലോകത്തിന്റെ പ്രകാശം, ക്രിസ്തുവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആ വിളക്ക് അണയരുത് എന്ന് തന്നെയാണ് സുഭാഷിതൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കലും ആ വിളക്ക് ജീവിതത്തിൽ അണയരുത്. ഭാര്യയുടെ വിളക്ക് ഒരിക്കലും അണയരുത്. ഭാര്യയുടെ വിളക്ക് അത് പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ വിളക്ക് എപ്പോൾ അണയുന്നുവോ അപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. ഭർത്താവിന്റെ പ്രാർത്ഥന കുറവ് അതുപോലും ഭാര്യയുടെ പ്രാർത്ഥന മൂലം പരിഹരിക്കപ്പെടണമെന്ന് സുഭാഷിതൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അതിന്റെ അർത്ഥം ജോഷുവയ്ക്ക് പ്രാർത്ഥിക്കേണ്ട എന്നുള്ളതല്ല. ജോഷു ഓർത്താ പിന്നെ കുഴപ്പമില്ലല്ലോ, ബ്ലസ്സി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഭാര്യ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, പോരാ. പ്രാർത്ഥനയുടെ കുറവ് നികത്തണം ആരുടെ പ്രാർത്ഥന മൂലം? ബ്ലസ്സിയുടെ പ്രാർത്ഥന മൂലം. അപ്പൊ അതുകൊണ്ട് ആ വിളക്ക് ഒരിക്കലും അണയരുത് എന്ന് സുഭാഷിതനിലൂടെ ഇന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. രണ്ടാമതായിട്ട് ഭാര്യയോട് പറയുകയാണ്, നിന്റെ ഭർത്താവിന് കുറവുകൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഒത്തിരിയേറെ സ്വപ്നമൊക്കെ കണ്ടിട്ട് നമ്മൾ ഇന്ന് ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്, കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒത്തിരിയേറെ സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ്. നിങ്ങളുടെ അപ്പനോടും അമ്മയോടും അല്ലെങ്കിൽ ഡാഡിയോടും മമ്മിയോടും ഒക്കെ ഒന്ന് ചോദിച്ചാൽ മതി, എല്ലാ സ്വപ്നങ്ങളും പൂവണിഞ്ഞോ? നിങ്ങൾ കന്നുണ്ടായ സ്വപ്നങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരോട് ചോദിച്ചാലും ആർക്കെങ്കിലും 100% പൂവണിഞ്ഞെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവെക്കാവോ? ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളെല്ലാം 100% അതേപടി പൂവണിഞ്ഞെന്ന് പറയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു രൂപക്കൂട് പണിതു തരാം. ഇല്ല, കുറെ കുറവുകളൊക്കെ ഉണ്ട്. ഒരിക്കല് ഫ്രാൻസിസ് പാപ്പ നവദമ്പതികളോട് സംസാരിച്ചിരുന്നു കൊണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു: ചിലപ്പോൾ നിങ്ങളുടെ ഭവനത്തില് നിങ്ങളുടെ പ്ലേറ്റുകൾ ഒന്ന് പറന്ന് നടന്നേക്കാം. അതായത് മേശപ്പുറത്തൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ചിലപ്പോൾ എടുത്ത് എറിഞ്ഞേക്കാം. ചിലപ്പോൾ മേശപ്പുറത്തൊന്ന് ആഞ്ഞടിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വാതിലുകൾ മുറുക്കി ഒന്ന് കൊട്ടി അടച്ചേക്കാം. ജനലുകളുടെ ചില്ലുകൾ ചിലപ്പോൾ ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഒന്ന് പൊട്ടിപ്പോയേക്കാം. പക്ഷേ അത് എന്നും ആകരുത്, വല്ലപ്പോഴും. കാരണം നമ്മളാരും പൂർണ്ണരല്ല. ജോഷുവ ഒരു പൂർണ്ണ മനുഷ്യനല്ല, അവനിൽ കുറവുകളുണ്ട്. ബ്ലസ്സി പൂർണ്ണയായ ഒരു സ്ത്രീയല്ല, കുറവുകളുണ്ട്. ആ കുറവുകളോടുകൂടെ തന്നെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പാപ്പ തുടരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എല്ലാ ദിവസവും ചെയ്യരുത്. എല്ലാ ദിവസവും ആ മേശപ്പുറത്ത് വന്നിരിക്കാം, പ്ലേറ്റ് എടുത്തെറിഞ്ഞേക്കാം, ദേഷ്യപ്പെട്ടേക്കാം. അതല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് വല്ലപ്പോഴും ഒക്കെ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ പാപ്പ തുടർന്ന് പറയുകയാണ്, അന്ന് വൈകുന്നേരം നിങ്ങൾ ഒരുമിച്ചിരിക്കണം. എവിടെയാണ് ഒരുമിച്ചിരിക്കേണ്ടത്? കർത്താവിന്റെ സന്നിധിയിൽ, തിരുഹൃദയ രൂപത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കണം. നിങ്ങൾ ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സുഖവും ദുഃഖവും നിങ്ങൾ അവിടെ പങ്കുവയ്ക്കണം. നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ അന്ന് വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകാവുള്ളൂ. അല്ലെങ്കിൽ അന്ന് രാത്രി നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് ഒരു പിശാച് കടന്നു വരും. ആ പിശാച് അന്ന് രാത്രി മുതൽ നിങ്ങളെ അലട്ടാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ പരാതിപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കണം, ഒരുമിച്ചിരുന്ന് ജീവിതത്തിലെ സുഖവും ദുഃഖവും പങ്കുവയ്ക്കണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. എങ്കിൽ മറ്റു പ്രലോഭനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കുവാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കുറവുകളോട് കൂടിയാണ് രണ്ടുപേരും ഉള്ളത്. എന്ത് ചെയ്യണം? കുറവുകൾ ഉണ്ട് എന്ന് ബോധ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടേക്ക് വരണം. ഇവിടെയാണ് ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്. ഈ അൾത്താരയുടെ മുമ്പിലാണ് ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചിട്ട് യാത്രയാക്കുന്നത്, വേറെ എവിടെയുമല്ല. നിങ്ങളുടെ മാതാപിതാക്കളല്ല നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്, നിങ്ങളുടെ സഹോദരങ്ങളല്ല നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്. ഈ അൾത്താരയുടെ മുമ്പിൽ ദൈവമാണ് നിങ്ങളെ ഒന്നിപ്പിച്ച് നിങ്ങളെ പറഞ്ഞയക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും നിങ്ങൾ പറയേണ്ടത്, ആദ്യം ഓടിപ്പോകേണ്ടത് ദൈവത്തിന്റെ അടുത്തേക്കാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ട സമയത്ത് വേണ്ട വ്യക്തികളെ നൽകിക്കൊള്ളും. അതുകൊണ്ട് ആദ്യം ഓടിപ്പോകേണ്ടത്, കുറവുകൾ കണ്ടു എന്ന് പറയുമ്പോൾ ആരോടെങ്കിലും ചെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഓടിപ്പോയി ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ദൈവത്തോട് നിങ്ങൾ പറയാൻ തയ്യാറാകുമ്പോൾ ദൈവം അത് കേൾക്കുകയും വേണ്ട ഉപദേശം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട്
ദൈവത്തോട് പറയുമ്പോൾ ദൈവം അത് പരിഹരിക്കാൻ വേണ്ട മാർഗങ്ങൾ തരുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഭർത്താവ് എപ്പോഴും ഭാര്യയെ വളർത്തുന്നവനായിട്ട് മാറണം. ഭാര്യ ഒരു വസ്തുവല്ല, വ്യക്തിയാണ്. എന്നെ പോലെ തന്നെ ഉള്ള സ്വാതന്ത്ര്യവും എന്നെ പോലെ തന്നെയുള്ള ആ ജീവിത ശൈലിയും ഉൾക്കൊള്ളുവാനുള്ള കൃപയും കഴിവും അവൾക്കുണ്ട് എന്നുള്ള സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ഭാര്യയെ വളർത്തുന്നവനായി തീരണം ഭർത്താവ്. ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നൽകുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് ഭർത്താവ് മാറുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ, സ്നേഹം ആ കുടുംബത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു ശൈലിയാണ് ഈ കുടുംബജീവിതത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. തോബിത്തിന്റെ പുസ്തകത്തില് തോബിയാസിനോട് റഘുവേലിനെയും സാറയെയും വിവാഹ ജീവിതത്തിന് ശേഷം പറഞ്ഞയക്കുമ്പോൾ തോബിയാസ് പറയുന്നൊരു വാചകമുണ്ട്: മക്കളെ, ഞാൻ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കാവൂ. എനിക്ക് നല്ലത് മാത്രമേ കേൾക്കാൻ ഇടവരുത്താൻ പാടുള്ളൂ. മറ്റൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. സാറയോട് തോബിയാസ് പറയുന്ന വാചകം ഇതാണ്: നല്ലത് മാത്രമേ കേൾക്കുവാൻ ഇടവരുത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞയക്കുകയാണ്. അതുപോലെ തന്നെ തോബിയാസ് രഘുവേലിനോട് പറയുകയാണ്: ഈ സാറയെ നിന്റെ കയ്യിൽ ഞാൻ ഫലമേൽപ്പിക്കുകയാണ്. ഇവിടെ നീ ദുഃഖിക്കാൻ പാടില്ല, ഇവിടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുന്നത് പോലെ തന്നെ ഇന്ന് സഭ ക്രിസ്തുനാഥൻ നിങ്ങളെയും പറഞ്ഞയക്കുകയാണ്. ജോഷുവയോട് പറയുകയാണ്, ബ്ലെസ്സിയെ കൈലേൽപ്പിച്ചുകൊണ്ട് പറയുകയാണ്: നിന്നെ ഫലമേൽപ്പിക്കുകയാണ് ബ്ലെസ്സിയെ. ഇവളുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴരുത്. അവളുടെ ജീവിതത്തിലെ സുഖത്തിലും ദുഃഖത്തിലും നീ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ജോഷുവോട് പറയുകയാണ്. അതുപോലെ തന്നെ ബ്ലെസ്സിയോടും തിരുസഭ ഇതാണ് പറയുന്നത്: ജോഷുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പറഞ്ഞയക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് മുതൽ നല്ലത് മാത്രമേ കേൾക്കുവാൻ ഇടവരാൻ പാടുള്ളൂ. നല്ലത് മാത്രം ചിന്തിക്കുന്നവരും നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവരുമായിട്ട് മാറണമെന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് യാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവനും ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നമുക്ക് ഇന്ന് ഇവിടെ ആരംഭിക്കാം. മറ്റു വലിയ തീരുമാനങ്ങളൊന്നും വേണ്ട. ഇന്ന് എടുക്കേണ്ട ഒരേ ഒരു തീരുമാനം ഇതാണ്: എല്ലാ ദിവസവും കുറച്ചു സമയം കർത്താവിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കും. രണ്ടുപേരും ജോലിക്കാരാണ് അല്ലേ? രണ്ടുപേർക്കും ജോലിയുണ്ട്. ഞാൻ പണ്ട് ബാംഗ്ലൂരിൽ ഇതുപോലൊരു കല്യാണം കെട്ടിക്കാൻ വേണ്ടി പോയപ്പോൾ അപ്പനും അമ്മയും കണ്ടുമുട്ടി. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, അവർ രണ്ടുപേരും നേഴ്സ്, ഒരാൾ ഡോക്ടറും മറ്റേ ആളും ഡോക്ടറാണ്. അപ്പം ഒരാൾ പറഞ്ഞു: അച്ഛാ, ഞാൻ പകലാണ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഭാര്യ രാത്രിയിലും. ഞാൻ വരുമ്പം ഭാര്യ പോകും, ഭാര്യ വരുമ്പം ഭർത്താവ് പോകും. ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് കുറെ ദിവസങ്ങൾ തന്നെയായി എന്ന്. ഇതാണ് ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ സ്നേഹമുള്ളവരെ നമ്മൾ ചില കാര്യങ്ങൾ മറന്നുപോകും. ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുവാനും, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും, ഒരുമിച്ചിരുന്ന് ജീവിതത്തിലെ സുഖവും ദുഃഖവും പങ്കുവയ്ക്കുവാനും മറന്നുപോകും. അത് മറക്കുന്ന സമയം മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റു വഴികളിൽ അന്വേഷിച്ചു പോകാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് അത് പാടില്ല. ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾ മനസ്സിൽ നിന്ന് കുറിച്ചിടുക: എല്ലാ ദിവസവും എന്ത് ചെയ്യും? ജോഷുവ ബ്ലെസ്സി എന്ത് ചെയ്യും? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ഭക്ഷിക്കും, ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ സുഖം പങ്കുവെച്ചാൽ മതിയോ? ദുഃഖവും പങ്കുവെക്കണം, സുഖവും ദുഃഖവും പങ്കുവെക്കും. ഈ ഒരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. വേറെ നാളെ തന്നെ മാറ്റി വെക്കരുത്. ഇന്ന് തന്നെ ആ തീരുമാനം എടുക്കുക. ഞങ്ങൾ എല്ലാ ദിവസവും ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കും, എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിലെ സുഖവും ദുഃഖവും ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കാനായിലെ കല്യാണ വിരുന്നില് അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതുപോലെ അമ്മ അവിടെ ഇടപെടും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായാൽ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ട് നിറയട്ടെ എന്ന് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആശംസകളും അത് തന്നെയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബ ജീവിതം നയിച്ച് സ്വർഗീയ വേദിയിൽ പങ്കുചേരുവാൻ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിരക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരനെ, ഈ വധുവരന്മാർ വിവാഹത്തിന് കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സംഖ്യ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. രണ്ട് സാക്ഷികൾ മുന്നോട്ട് വരിക. ജോൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ട്രീസയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ട്രീസ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോണിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം നിങ്ങൾ ചേർത്ത് പിടിക്കുകയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തോടു കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രത്യേകമായി ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാബലത്തിന്റെ അനുശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കല്യാണ
പ്രതിജ്ഞകളെ ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലതിരിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവൻ ഉറവിടമോ ശാന്തിതൻ തീരമോ സ്നേഹം വിളയും വയലോ ഹൃദയം ജീവിതയാത്രയിൽ തളരാതെയൻ
ഈ ദമ്പതിമാരന്മാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിലെ നായകനായ മാർ യോസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവതയായി അവിടുന്ന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളെന്നും അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I come before you today, and there's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. ഒരു നാളിതാ പുലരുന്നു മേലെ, കനവായിരം തെളിയുന്നു താനേ. പുഴയായി നാം അലയുന്ന പോലെ ചിരി തേടി വഴി ദൂരെ ദൂരെ. This time we are seeing something different in Hudud. You both look absolutely wonderful. Congratulations once again. Okay,
If I know you're tense. You're tense? I understand. So what is the first feeling right now? Well, you have tried not, and right now you are yet to start your journey. But what is the present feeling? എന്താണ് ഇപ്പോൾ തോന്നുന്നത്? Terrified. Okay, that's a different word. Okay, I hope you will not be terrified much in the journey of love with Joshua. Let me ask Joshua. Joshua, എന്താണ് ഇപ്പോൾ തോന്നുന്നത്? രണ്ടുപേരും ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് വിവാഹം എന്നത് രണ്ട് ഹൃദയങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളുടെ ഒന്നുചേരൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജോഷുവയുടെയും ബ്ലെസ്സിയുടെയും കുടുംബാംഗങ്ങളെ ഇല്ലാതെ ഈ വേദി കംപ്ലീറ്റ് ആവത്തില്ല. നമുക്ക് വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ബ്ലെസ്സിയുടെ പേരൻസ് ആയ പപ്പ മിസ്റ്റർ ഷാലറ്റ്, അമ്മ മിസ്സസ് ഷീജ onto the stage. പപ്പ മിസ്റ്റർ ഷാലറ്റ്, അമ്മ മിസ്സസ് ഷീജ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ല കൈ കൊടുക്കാം. മധുരം വെച്ചോട്ടെ. കേട്ടില്ല. ഇന്ന് വിവാഹിതരായിരിക്കുന്ന ജോഷുവയ്ക്ക് ബ്ലെസ്സിക്ക് മധുരം വെച്ചോട്ടെ. do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe,
breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine. And when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release, you know that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to dream. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Baby, you know that I want mine. You know I want mine. We get no rest till the sunrise, until you make me fall in love again as light shows your face. I can never be the same. I plan to love you all my life, yeah, until you meet the chariot. Until you meet the chariot. Until you meet your chariot. Clear blue
This love is good, this love is bad, this love is alive back from the dead. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. ഉണരും പുതുമണം കലരും മധുകണം. ഉണരും പുതുമണം കലരും മധുകണം. ഒരു കൊലുസിൻ ചിരിമണികൾ അനുപമ ബദലാസ്യമേളമായി ഉണരുമീ വേളയിൽ. ഉണരും പുതുമണം കലരും മധുകണം. ഉണരും പുതുമണം കലരും മധുകണം. അവൾ വരും വസന്തമായി ഇതൾ തൊടും വിലോലമായി മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേൻമതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേൻമതി വിടരാനുള്ളിലെ വെൺമതി വിരലുകൾ കോർക്കാൻ
മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉயிருണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി